എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഔഷധ ഗുണമുള്ള മാങ്കോസ്റ്റിൻ ആണ് പരിചയപ്പെടുത്തുന്നത്. ഔഷധ ഗുണമുള്ള പഴമാണ്. പഴങ്ങളുടെ രാജ്ഞി എന്നൊക്കെ പറയും, ക്വീൻ ഓഫ് ഫ്രൂട്ട്സ്. പക്ഷേ എല്ലാ പഴങ്ങളെയും രാജ്ഞി, രാജാവ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പപ്പങ്ങ എല്ലാം അതുപോലെയൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ക്വീൻ ഓഫ് ഫ്രൂട്ട്സ് മാങ്കോസ്റ്റിനാണ് പരിചയപ്പെടുത്തുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം. എന്നാലും ഇപ്പോൾ കേരളത്തിലൊക്കെ വളരുന്നുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയിലും സമൃദ്ധമായി വളരുന്നു. ഈന്തപ്പഴം പോലും വളരുന്നുണ്ടല്ലോ കേരളത്തിൽ. പിന്നെ കട്ടിയുള്ള തൊലിയുള്ള കടും പർപ്പിൾ കളറാണിത്. കണ്ടില്ലേ, പടത്തിൽ കണ്ടില്ലേ, മുകൾ ഭാഗത്ത് പിന്നെ ഞെട്ട് പോലെയൊക്കെ കാണാം. ആ ഞെട്ട് മാറ്റിയിട്ടാണ് നമ്മൾ അത് പൊളിക്കുന്നത്. പൊളിക്കുമ്പോഴത്തേക്കും വെളുത്ത നിറത്തിലുള്ള ചുളകൾ ഉണ്ടാകും. വെളുത്തുള്ളിയുടെ അല്ലി പോലെയൊക്കെയാണ് അത് ഇരിക്കുന്നത്. മധുരവും നേരിയ പുളിയും കലർന്ന അതീവ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പഴമാണ്. ചിലർക്ക് ആ ഒരു മധുരവും പുളിയും കൂടി കൂടുന്നത് വളരെ ഇഷ്ടമായിരിക്കും. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പാകത്തിലാണുള്ളത്. ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുണ്ട്. ധാതുക്കളുടെയും വൈറ്റമിനുകളുടെയും കലവറയാണ്. എന്തുമാത്രം പഴങ്ങളാണ് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ളത്. പിന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന പഴമാണിത്. അത് മിക്ക പഴങ്ങൾക്കും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. ധാരാളം വൈറ്റമിൻ ഉണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ആൻറ്റി ഓക്സിഡൻ്റാണ്. ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്തുന്നു. ധാരാളം നാരുകളുണ്ട്. ഫൈബറൊക്കെ അടങ്ങിയതാകുമ്പോഴത്തേക്കും നമുക്ക് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. സുഗമമാക്കുന്നു ദഹനം. ചർമ്മരോഗങ്ങൾക്കും സംരക്ഷണം നൽകുന്നു. പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളെ തടയുന്നു. ചർമ്മത്തിന് തിളക്കം നൽകുന്നു. പിന്നെ എല്ലാ കാലാവസ്ഥയിലും നല്ല ഈർപ്പമുള്ളതും ഉഷ്ണമേഖലയിലും ഒക്കെ ഇത് വളരുന്നു. നീർവാഴ്ച ഉള്ളിടങ്ങളിലാണ് നല്ല പോലെ വളരുന്നത്. വിത്ത് മുളപ്പിച്ചിട്ടാണ് ഇത് വളർത്തുന്നത്. വിത്ത് ബഡ് ചെയ്ത് വളർത്തുന്ന തൈകളിൽ പെട്ടെന്ന് കായൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ 5-6 കൊല്ലമൊക്കെ പിടിക്കും ഇത് കായ്ക്ക് വരാനായിട്ട്. ഇത് എളുപ്പത്തിൽ കായ്ഫലം തരുന്നു. ബഡ് ചെയ്താണെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ധാരാളം വിളവൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ കടകളിലൊക്കെ കാണുന്നുണ്ട് മാങ്കോസ്റ്റിൻ. പഴം മാത്രമല്ല, അതിൻ്റെ തൊലിയിലും ഔഷധ ഗുണങ്ങളുണ്ട്. കട്ടിയുള്ള തൊലിയാണ്. അത് ഉണക്കി പിടിച്ച് ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്നു. പിന്നെ ഏകദേശം കൊടംപുളിയുടെയൊക്കെ ഒരു കുടുംബത്തിൽപ്പെട്ടാണ് ബന്ധു ആണിത്. പഴങ്ങളിൽ ഏതാണ് മോശമായിട്ടുള്ളത്? എല്ലാ പഴങ്ങളും നല്ലത് തന്നെയാണ്. ചർമ്മത്തിനും ദഹനത്തിനും എല്ലാം നല്ലതാണ്. പിന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക്. പക്ഷെ നമ്മൾ സമീകൃതാഹാരം ഒന്നും കഴിക്കാറില്ല. സമീകൃതാഹാരം കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരുവിധ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇപ്പോൾ ജങ്ക് ഫുഡൊക്കെ അല്ലേ ഇഷ്ടം. കൃത്രിമാഹാരങ്ങളും പെട്ടെന്നുണ്ടാക്കുന്നതും ഒക്കെയാണ്. പക്ഷേ ഫ്രൂട്ട്സ് എല്ലാം എപ്പോഴും നല്ലത് തന്നെ. പക്ഷെ വിഷമൊന്നും കുത്തിവെക്കാത്തതായിരിക്കണം കേട്ടോ. നല്ല ഫ്രൂട്ട്സ് ആയിരിക്കണം. അതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഒന്നില്ലേ നമ്മുടെ നാടൻ പഴങ്ങൾ തന്നെ വെച്ച് പിടിപ്പിച്ചാൽ മതിയല്ലോ. അതെല്ലാം നല്ല ഇതാണ് ആരോഗ്യത്തിന്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കുക. ഇപ്പോൾ മാങ്കോസ്റ്റിൻ എന്താണെന്ന് അറിയാതിരിക്കേണ്ട. ഏതായാലും ഇതാണ് മാങ്കോസ്റ്റിൻ. പർപ്പിൾ കളറുള്ള പഴമാണിത്. ആരോഗ്യ ഗുണമുള്ള പഴമാണ്. അപ്പോൾ എല്ലാ പഴങ്ങൾക്കും ആരോഗ്യ ഗുണമുണ്ട്. കഴിയുമെങ്കിൽ എല്ലാവരും വച്ച് പിടിപ്പിക്കുക. പ്രകൃതിയോട് ഇണങ്ങുക. ഇഷ്ടപ്പെടുക പ്രകൃതിയെ. ഇത്രയൊക്കെ പറയാനുള്ളൂ. നല്ല മഴയാണിപ്പോൾ. ഇപ്പോൾ വേഗം ഒരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മാങ്കോസ്റ്റിനെ പറ്റി. ചില നേരത്ത് വളരെ നമുക്ക്
നമുക്ക് ബോറടി വരും. എന്തിനാണ് ഈ യൂട്യൂബൊക്കെ ഇടുന്നതെന്നൊക്കെ ഓർത്ത് പോകും. ഒരാവശ്യമില്ല. ചിലർ വായിക്കുക പോലെയല്ല, സ്കിപ്പ് ചെയ്ത് കളയും. നമുക്ക് ഏതായാലും ഒരു നേട്ടമില്ല. എന്നാലും അറിയാനുള്ളതും പറയാനുള്ളതും പറഞ്ഞു എന്ന് മാത്രം. ഇഷ്ടമുള്ളവരൊക്കെ കാണുക, താല്പര്യമുള്ളവർ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്. അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് വരിക. കുപ്പുകൈ. നിങ്ങളാരും ഒന്നും പ്രതികരിക്കുക കൂടി ചെയ്യുന്നില്ല. കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്.